ഹായ് ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു റയർ ഗെയിമർ. അപ്പോൾ നമ്മൾ പിന്നെയും നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടായി വന്നിരിക്കുകയാണ്. ലാസ്റ്റത്തെ പാർട്ട് നമ്മൾ തുടങ്ങിയുള്ളൂ. അപ്പോൾ തന്നെ കുറേ പേര് നമ്മളെ പഞ്ഞിക്കിട്ടു, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് റിവെഞ്ച് എടുക്കാൻ വന്നിരിക്കുകയാണ്. സെയിം മാപ്പ് കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇത് കണ്ടോ, വേറൊരു മാപ്പാണ്. അപ്പോൾ ഞാൻ കുറച്ച് വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് അന്ന് കിട്ടിയ മാപ്പല്ല. അതുകൊണ്ട് എനിക്ക് വീടൊക്കെ എവിടെയാണ് ഇരിക്കണേന്ന് ഒരു പിള്ളി. ഞാൻ പുതിയത് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. ഡേർട്ടും വുഡ് വെച്ചിട്ടാ. രാത്രി ആവാതിരാൻ മതിയായിരുന്നു. രാത്രി എനിക്ക് പണി കിട്ടും. അപ്പോൾ നമുക്ക് ഫുള്ളി ആക്കണം. അതിന് വുഡ് വേണം. പശുക്കൾ അങ്ങോട്ടും നടക്കുന്നുണ്ട്. ഞാൻ ഒന്നും പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഇവൻ മരനൊക്കെ വെട്ടി പീസാക്കി ഫർണസിൽ കുക്ക് ചെയ്ത് കഴിക്കാനുള്ളത് എനിക്ക്. പക്ഷെ അത് നടക്കുമോ നടക്കില്ലേ എന്ന് എന്നോട് ചോദിക്കല്ലേ പ്ലീസ്, എനിക്കറിയില്ല. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് വുഡെങ്കിലും എടുക്കാം. എന്തായാലും തള്ളല്ലേ, എന്ത് ചെയ്യാം. ഇന്ന് റിവെഞ്ച് നടക്കുമോ എനിക്കറിയില്ല. ചിലപ്പോൾ അവന്മാർ നമ്മളെ പഞ്ഞിക്കിടും. വുഡ് എടുക്ക്. ഇനി ഇതൊക്കെ സെറ്റാക്കണം. എനിക്ക് അതാണ് പേടി. അറ്റ്ലീസ്റ്റ് ഒരു ഡോറെങ്കിലും വെച്ചാൽ മതിയായിരുന്നു. ബാക്കി ഞാൻ എങ്ങനെയെങ്കിലും സെറ്റാക്കിക്കൊണ്ട് ഡോറെങ്കിലും അറ്റ്ലീസ്റ്റ് വെക്കണം. അപ്പോൾ കുറേ പേര് ചോദിക്കും എന്നോട്, നിനക്കെന്താടാ ഭ്രാന്താണോ, നിനക്ക് ഈ വീടുണ്ടാക്കണ പകരം നിനക്കൊരു വില്ലേജറിൻ്റെ വീടുണ്ടാക്കിയിട്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ടായി. ഞാൻ ഈ മാപ്പിലെത്തിയപ്പോൾ എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. ഞാൻ കണ്ട അടുത്ത വില്ലേജ് ഒരു മലയുടെ മരം നിന്ന് ഞാൻ കണ്ടു. പക്ഷെ വുഡ് എടുക്കാൻ വേണ്ടി വേറെ സ്ഥലത്തേക്ക് പോയി ഞാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് എവിടെയാണ് വില്ലേജ് എന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ രാത്രി ആവാറായോ എന്നൊരു സംശയം. യെസ്, അതുകൊണ്ട് ഇപ്പോഴും ആ സ്കെൽറ്റൻസും സോംബീസും പിഗീസും ഇങ്ങോട്ട് വരും. ചിലപ്പോൾ ഇവന്മാർ പിന്നെ പഞ്ഞിക്കിടും. അത് കുഞ്ഞൊരു ആഡായിരുന്നു, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ബാക്ക് ടു വർക്ക്. പഞ്ഞിക്കിട്ടാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഈ കളി നിർത്തി ഓടിപ്പോവും. സത്യം, എനിക്ക് വയ്യോ. പിന്നെ കഴിച്ച് ഇത് പറയണം കേട്ടോ, മൾട്ടിപ്ലെയർ കളിക്കണമെന്ന്. കളിക്കണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, നമ്മൾ കളിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെ നമുക്ക് കീറികളയെ. മുന്നൊക്കെ ഞാൻ ഈ ഇലമയൊക്കെ തൊടാതെ ഞാൻ വെറുതെ വീടെടുത്ത് പോകുമായിരുന്നു. അപ്പം എനിക്ക് ഭ്രാന്ത് പിടിച്ച്. കാരണം എന്താ പറയുക, രാത്രി ആവാറായി. ആ സ്കെൽറ്റൻസും മറ്റേ ഇന്നലെ എൻ്റെ പഞ്ഞിക്കിട്ടവരും ഇപ്പോൾ വരും ഇങ്ങോട്ട്. അപ്പം എനിക്ക് അതിൻ്റെ കൂടെ പിടിച്ചൊക്കെ അതല്ലൊരു കാര്യം. ഞാൻ ഇതുവരെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടില്ല. അതെങ്ങനെയുണ്ട്, പൊളിച്ചില്ലേ? യെസ്. അതുകൊണ്ട് എനിക്കൊരു വെപ്പൺ ഉണ്ടാക്കാനുള്ള സാധനം പോലും ഇല്ല. ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കൊരു പിടിയില്ല. വെപ്പൺ കണ്ടോ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ ആദ്യം ഓക്ക് പ്ലാങ്ക്സ് ഉണ്ടാക്കും. ഈ ഓക്ക് പ്ലാങ്ക്സ് വെച്ചിട്ടാണ് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓക്ക് പ്ലാങ്ക്സ്. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റില്ലേ? ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി. കുറച്ച് ഡോറൊക്കെ റെസിപ്പി, കുഞ്ഞ പുതിയ റെസിപ്പികളാണ്. എന്താടാ ആരടാ കൊന്നു. നല്ല സോംബിയിൽ നിന്ന് കിട്ടി എനിക്ക്. കാരണം ഗുഡ് ജോബ്, ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. നമുക്ക് ഇങ്ങോട്ട് പോവാം. വില്ലേജ് എവിടെ ഒന്ന് കണ്ടുപിടിക്കടാ. ഞാൻ ഏതൊരു ഹയസ്റ്റ് പോയിന്റിലാണ് കണ്ടുപിടിച്ചത്. പിന്നെ എവിടെയൊന്ന് കണ്ടുപിടിക്കുക. ഈ സോംബീസാണ് പിഗീസാണ്. സോംബീസാണെന്ന് തോന്നുന്നു. അയ്യോ, ഞാൻ അവരുടെ ഫൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. എടാ സ്കെൽട്ടൻ, ഓട്. അമ്മേ എടാ എലയുടെ സ്ഥലം കാണില്ല എൻ്റെ മോനെ. അയ്യോ, ട്രാപ്പായി ചത്തു. ഗുഡ് ജോബ്, ഗസ്റ്റ് വാസ് ഷോട്ട് ബൈ സ്കെൽട്ടൺ. ഗുഡ് ജോബ്. ഓടിക്കോ, നിർത്താതെ ഓടിക്കൊണ്ടേയിരുന്നോ. ഓട്. പിന്നെ ഞാൻ പറയുന്നത് പോലെ ഗൈസ്, വീഡിയോ ഫുൾ കണ്ട ശേഷം സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, മറക്കല്ലേ. ഓട്. എനിക്കിപ്പോൾ വള്ളത്തേക്ക് ചാടാം. ഒരു ഐഡിയ ഉണ്ട്, വള്ളത്തേക്ക് ചാടാം. പക്ഷെ ഇത് മുങ്ങിപ്പോയില്ല. മേലേക്ക് പോയി അടിയിലെന്തെങ്കിലും ഉണ്ടാവുമോ? ഇനി
അങ്ങോട്ട് പോകണം. നമുക്ക് വള്ളത്തിൽ തന്നെ എടുക്കാം. പക്ഷെ വള്ളത്തിൽ പോയി നമ്മൾ അടിയിലേക്ക് പോകും. എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, കാണിച്ചതാ. ഇങ്ങനെ നമ്മൾ അടിയിലേക്ക് പോകുമ്പോഴേക്കും ഇങ്ങനെ മേലെ തന്നെ ഓടിക്കുക. ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അത് പൊളിക്കില്ലേ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്നാൽ? നമുക്ക് ഇത് മൂവ് ഉണ്ടാക്കാൻ പറ്റുമോ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്നിട്ട്? ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പെട്ടു. ഇല്ലയെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ലിക്കിൻ്റെ ഐഡിയ എല്ലാ സമയത്തും വർക്കാവും. ഓക്കെ, ഇത് നമുക്ക് പോവാം. വർക്കാവുണ്ട്. ഓക്കെ, നമുക്ക് വേഗം ഗൈസ്, ഞാൻ എല്ലാ പ്രാവശ്യം പറയണ പോലെ ഞാൻ കളിക്കണ ഗെയിംസ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഗ്ലിച്ചാവുന്നുണ്ട്. എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് കളിക്കാൻ വിചാരിച്ചത് ഈ ചാനലിൽ ഫസ്റ്റ് ഇടാൻ വിചാരിച്ച ഗെയിം ഗ്രാനി 1 ആയിരുന്നു. അത് ഗ്ലിച്ചായില്ല, അതിന് എന്തോ ഭാഗ്യം. പക്ഷെ ഞാൻ ഗ്രാനിയിൽ ഭയങ്കര നൂബായി കൊണ്ട് അത് ഞാൻ നിർത്തി. എന്നിട്ടാണ് ഞാൻ റാഫ്റ്റ് സർവൈവൽ കളിച്ചു തുടങ്ങിയത്. നിങ്ങൾ പറഞ്ഞാൽ ഗ്രാനി ഞാൻ കളിക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഇങ്ങനെ ചടിച്ചടി നിൽക്കാം. എന്തെങ്കിലും വന്ന് നമ്മൾ കൊത്തിയാൽ പണിയാവും. ചടിക്കൊണ്ടേയിരുന്നോ? വേറൊന്നുമില്ലല്ലോ. വിചാരിക്കുന്നു വേറൊന്നുമില്ലല്ലോ. ഇല്ല. അതേടാ സാൻഡ് ഇരിക്കണതല്ലേ? എന്തുകൊണ്ടാണ് ആരെ ആരെ കൊത്തുണ്ടല്ലോ ഇതിൻ്റെ ഒടുക്കൊടുക്ക. ഈ ചാടി പോകണോണ്ടില്ല, നമുക്ക് സ്പീഡ് ഇടില്ല. നീന്തി പോകാൻ നോക്കിയാലോ ഓക്സിജൻ ചേർന്ന് നമ്മൾ ചത്തുപോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറി നിന്നാൽ ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ സൈഡിലൊക്കെ ക്രീപ്പർ പോകുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. വേഗം പോവാം. ഹേർട്ട് ഫുള്ളായിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഒരു ആർമർ പോലും ഉണ്ടാക്കിയിട്ടില്ല. ലെതർ വെച്ചിട്ട് പോലും ആർമർ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ലെതർ ഇതുവരെ കണ്ടിട്ട് പോലില്ല. ലെതർ പശുവിടെ തോല് വെച്ചാലും ഉണ്ടാക്കാം. യെസ്, പശുവിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രം. അത് എന്താണ് ഉണ്ടാവണം? മേലെ കയറിപ്പോ. എന്തോ എന്നെ കുത്തിണ്ടായിരുന്നത് മേലെ എന്തെങ്കിലാണോ? എന്തോ എന്നെ കുത്തുണ്ടായിരുന്നു വെള്ളത്തിൽ നിന്ന്. മേലൊന്നും ഇല്ലല്ലോ. ഇല്ല, നല്ലത്. അടിയിൽ എന്തെന്നെ കുത്തുണ്ടായിരുന്നത്? വേറെ എന്നെ കുത്തുണ്ടായിരുന്നത്? ഇത് മനസ്സിലാവില്ലടാ. വേറെ എന്തോന്നെ കുത്തുണ്ടായിരുന്നു? അതെനിക്ക് എന്താണ് മനസ്സിലാവും? അതെനിക്ക് മുന്നിലേക്ക് പോകാൻ പറ്റാത്തത്. അതെന്തോ സാധനം? മീനാണല്ലേ? വേറെ എന്ത് കുത്തുണ്ടായിരുന്നു? എനിക്ക് മുന്നിലേക്ക് പോകാൻ പറ്റാതെ. എനിക്ക് മുന്നിലേക്ക് പോകാൻ പറ്റില്ല. വള്ളത്തിൻ്റെ ഉള്ളിൽ ചാടാൻ പറ്റില്ല. സാൻഡാണ്. ഇത് വെച്ച് നമുക്ക് ഗ്ലാസ് ഉണ്ടാകും. ഇപ്പം നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ക്രാഫ്റ്റിംഗ് ടേബിളില്ല. നല്ലത്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, നമ്മളിതൊന്നും ശ്രദ്ധിക്കണില്ല. ഓക്കെ, നമുക്ക് എന്താ വള്ളത്തിലേക്ക് പോകാൻ പറ്റാത്ത എനിക്കറിയില്ല. മനസ്സിലായി എന്ത് വേണം. അയ്യോ അറിയില്ല. ഏത് നമ്മളെ കൊത്തിയെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. വള്ളത്തിൻ്റെ അടിയിൽ നിന്നായിരുന്നു കൊത്തിക്കൊണ്ടിരിക്കും. അയ്യോ എനിക്ക്. ഓക്കെ ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമ്മളവിടെ അതാ എന്താണത്? എടാ, വാട്ടർ സോംബീസാ. എന്തോ സാധനം അടിയിൽ നടക്കണേ? വാട്ടർ സോംബീസ് എന്തെങ്കിലാണോ? കണ്ടില്ലേ? സോംബീസിൻ്റെ പോലെ തന്നെ. എടാ മേലെ കയറ്റി കണ്ടോ? വാട്ടർ സോംബീസ് കണ്ടില്ലേ? അവന്മാർ വീടിൻ്റെ പിന്നെ എനിക്ക് വലിയ പണി കിട്ടും. ജസ്റ്റ് സ്ഥലം ഇപ്പോൾ പോയാണ് പണി പാളേനെ. ആർമറൊന്നുമില്ല, അതുകൊണ്ട് ചിലപ്പോൾ ഒരു കടി കിട്ടിയാൽ ചിലപ്പോൾ നമ്മൾ ചാവുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പം എനിക്കൊരു പിടിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. നമ്മൾ വേഗം ചാവാതിരിക്കണമെന്നുണ്ട്. എനിക്ക് ആവശ്യം എന്താണ്? ചത്ത ശേഷം ഈ മാപ്പിലേക്ക് തന്നെ റീസ്പോൺ ആവണം. അത് പൊളിക്കും. ഈ മാപ്പിലേക്ക് തന്നെ റീസ്പോൺ ആയാൽ അത് പൊളിക്കും. ഈ മാപ്പിൽ റീസ്പോൺ ആയാൽ അവന്മാർ വില്ലേജിൻ്റെ അടുത്തെത്തും. അവിടെ ഇപ്പം ഞാനൊരു മഡ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ അവിടെ വെച്ചിട്ട് കുറച്ച് നീങ്ങി നിൽക്കുന്നുണ്ട്. ഉണ്ടാവണേ. ഇതെന്താ ഈ സൈഡിലുള്ളത്? ഞാനൊരു കാര്യം പറഞ്ഞു, സാൻഡ് ഇതിൽ വർക്കാവില്ല. നല്ലത്.
എന്തോന്നു ഈ സാധനം? ഓ ഇതെന്തോ സ്റ്റോൺ എന്താന്ന് തോന്നുന്നുണ്ടാകുന്നില്ല. ആടാ പൊട്ടി. ആ അയ്യാ, ചിക്കൻ ബിരിയാണി സ്വിഗ്ഗി ഒന്നെടുത്ത് മാറ്റോ. യെസ്, ഗുഡ് ജോബ്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയില്ല. ചിലപ്പോൾ പണി പോകാനുള്ള അവസരങ്ങളും ഉണ്ടാവാം. ഞാൻ ഇതിൻ്റെ സുനാമി ഉണ്ടാക്കണേന്ന് എനിക്ക് പോലും അറിയില്ല. എന്തെങ്കിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഇങ്ങനെ ഓരോന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഗെയിം ഗ്ലിച്ചാണ് കൊണ്ട് എന്താ പറയുക, ഇങ്ങനെ എന്താ പതുക്കെയൊക്കെ. അതുകൊണ്ട് എനിക്കറിയില്ല ഗൈസ്. പിന്നെ ഞാനിപ്പോൾ കളിക്കുന്ന ഗെയിംസൊക്കെ പ്ലേ സ്റ്റോറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ലാസ്റ്റത്തെ വീഡിയോയിലാണോ അതിന് മുന്നത്തെ വീഡിയോയിലാണോ പറഞ്ഞിട്ടൊക്കെ ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്നാണ് കളിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗെയിംസൊക്കെ കളിക്കണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോവുക. ഫസ്റ്റത്തെ ഗെയിം ഞാൻ റാഫ്റ്റിൻ്റെ ആ ഗെയിമിൻ്റെ പേരാണ് റാഫ്റ്റ് സർവൈവൽ ഓഷ്യൻ നൊമാഡ്. അതിന് തന്നെ കുറേ വേർഷൻസ് ഉണ്ട്. ഒരു ഓൺലൈൻ വേർഷൻ ഉണ്ട്, പിന്നെ കുറേ വേർഷൻസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് കളിച്ച് നോക്കും. ഞാൻ കളിക്കും. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു എനിക്ക് പോലും അറിയില്ല. ഇതിലാൾക്കും നിങ്ങളൊന്ന് കളിച്ച് നോക്കുക പറ്റുമെങ്കിൽ. പിന്നെ ഈ ഗെയിം ഇത് ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിങ്. അപ്പോൾ ഇതും പ്ലേ സ്റ്റോറിലുള്ളതാണ്. അപ്പോൾ ഇതോടെയും ഒന്ന് പോയി നോക്കാം. റിയലിസ്റ്റിക് മൈൻക്രാഫ്റ്റ് കളിക്കണമെങ്കിൽ ബെസ്റ്റ് ചൂസ്. അപ്പോൾ നമുക്കിതൊക്കെ ചെയ്യണം. അയ്യോ എനിക്ക് വയ്യാതെ, എൻ്റെ ദൈവമേ. വേഗം ഒരു വീട് കണ്ടുപിടിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നാൽ മതി. വേറെ ഒന്നും ഒരു പ്രശ്നമില്ല. കുറേ പേര് ചോദിക്കും എന്തിനാ ഇതൊക്കെ പൊട്ടിക്കണേന്ന്. എനിക്ക് പോലും അറിയില്ല. ഓ രാവിലെ തുടങ്ങി. ഇവന്മാർക്കൊരു പ്രശ്നമൊന്നുമില്ലേ ഈ വള്ളത്തിൻ്റെ അടിയിൽ കിടന്ന് ഡാൻസ് കളിക്കുന്ന ജന്തുക്കൾക്ക്? ഞാൻ അറിയില്ല. ഞാൻ തിരിഞ്ഞ് അറ്റൊരു തള്ളാൻ കൂട്ട്. ആ സോംബിയാണ് സ്കെൽറ്റനായ തെറിച്ചു. ഞാൻ അറിയില്ല ആർക്കും. ഒന്ന് മേലെ കയറി പോവോ? കമോ ആരും ഉണ്ടാവില്ലേ. ചില സമയത്ത് എന്താ പറ്റുകയെന്ന് അറിയോ, ചിലവന്മാർക്ക് കത്തി പോരാ വണ്ടിങ്ങനെ കെടുക്കും. ഇങ്ങനെ കത്തി പോവാതെ അവന്മാരാണ് പ്രശ്നം. ഇങ്ങനെ കത്തിയിട്ടും നമ്മളാണ് കത്തിപ്പിച്ചു കളയും. അങ്ങനത്തെ ചില മണ്ടന്മാർ. ഇടയിലും അങ്ങനത്തെ ഒരു മണ്ടന്മാരുണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. അയ്യോ എടാ ഒരു ഞാൻ പറഞ്ഞല്ലോ കത്തിപ്പിക്കുന്നു. വള്ളത്തേക്ക് ചാടി. ഓ അവനും ചാടിയോ? അയ്യോ ഓടിക്കോ, പിന്നിക്ക് പോ. അവനൊക്കെ പണി തരുന്ന എടാ സ്കൾഡിന് ആരോസ് ഇടാൻ തുടങ്ങി. ജസ്റ്റ് മിസ്സിനൊക്കെ പോണ ഒക്കെ ഒരു ഹാഫ് ലൈഫുള്ളോ എന്തൊക്കെയോ ഉണ്ടാവുന്നത് പിടിയില്ല. ഒരു ലൈഫുള്ളോ ലെഫ്റ്റ്, ഒരു ഹാഫ് ലൈഫ്. ഇപ്പം ആരുമില്ലാന്ന് വെച്ചാൽ ഗുഡ് ജോബ്. ഇറങ്ങിയാണോ നമ്മളിപ്പോൾ എവിടെ? ഇനി വില്ലേജിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റണേ. യെസ് കമ്മോൺ ലെറ്റ്സ് ഗോ. കിട്ടി. ഇനി വില്ലേജിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോ ഗൈസ്. ഞാൻ ഈ റിവെഞ്ച് എടുക്കാനൊന്നും നിൽക്കണില്ല. അല്ല റിവെഞ്ച് എടുക്കും, അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അമ്മമാരെ. തൽക്കാലം ഞാനിപ്പോൾ വീടുണ്ടാക്കാൻ നിൽക്കണില്ല. പകരം ഞാൻ ആ വീട് വേണം. അവിടെ എടുക്കണം ആ വീടില്ലേ, അത് ആ വില്ലേജറിന് തട്ടിപ്പറിച്ചെടുക്കുകയാണ്. എനിക്ക് വേറെ വഴിയില്ല. ലൈക്ക് എൻ്റെ ക്യാരക്ടർ കണ്ട ഏത് വില്ലേജർ വേണമെങ്കിൽ ഓടിപ്പോവും. അങ്ങനത്തെ ഒരു സീനാണ് ഞാൻ. കാരണം എൻ്റെ ക്യാരക്ടർ കണ്ടില്ലേ, ഞാനൊരു ഈവൾ ലുക്കാണ് എൻ്റെ. ഒടുക്കത്തെ ജാതി ലുക്ക്. ഓക്കെ നല്ല ഹൗസാണല്ലോ. കയറിക്കോ തുറക്കൊക്കെ എന്തൊക്കെ ഉണ്ടാവണേ. അടയ്ക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും വില്ലേജിൽ വന്ന് എൻ്റെ വീടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. ഉള്ളിൽ വേറെ ജസ്റ്റ് മാത്രമേ ഉള്ളൂ. ബ്രെഡല്ലേ ഇത്, ബ്രെഡും പിന്നെ ലെതർ ആർമറിൻ്റെ ഒരു ഷൂവും ഒരു ജാക്കറ്റ് പോലത്തെ അത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ ലാമ്പും ഒരു ചെസ്റ്റ് പിന്നെ വീട്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എക്സ്പാൻഡ് ഒന്നും ചെയ്യുന്നില്ല വീട്.
നമുക്കിപ്പോൾ കുറച്ച് മെയിൻലി വുഡ് റിസോഴ്സസ് ഒക്കെ കണ്ടുപിടിക്കണം, കുറച്ച് ടൂൾസ് ഉണ്ടാക്കണം. വീടുള്ള കൊണ്ട് ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് കുറച്ച് റിസോഴ്സസ് കണ്ടുപിടിക്കണം. ഗോളംസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, അവരെയൊന്നും ഞാൻ ശ്രദ്ധിക്കണ പോലുമില്ല. ശരിക്കും ഗോളംസ് ഒന്നും ഒരു കാര്യമില്ലടാ. സോംബീസൊക്കെ വന്ന് നമ്മളാണെങ്കിൽ എപ്പോഴും കൊന്നുകൊണ്ടിരിക്കും. ഗോളെന്നൊക്കെ നിർത്തിയിട്ടൊരു കാര്യമില്ല. ഞാൻ വെറുതെ പോയിട്ടില്ലേ ഒരു സാധനം ഇല്ലാതെ എൻ്റെ കൈ വെച്ചിട്ട് ഒരു സ്റ്റോൺസൊക്കെ പൊട്ടിക്കാൻ നോക്കാം. എന്തും മണ്ടനായിരിക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല. നമുക്ക് പോവാം, എന്തെങ്കിലും വുഡ് എടുക്കാം, വുഡ്. പിന്നെ അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് റിസോഴ്സസ് കണ്ടുപിടിച്ചിട്ട് ഡയമണ്ടൊക്കെ മൈൻ ചെയ്തിട്ട് നമ്മൾ വില്ലേജസിൻ്റെ കൂടെ ചിലപ്പോൾ ട്രേഡ് ചെയ്യണം. എനിക്ക് എമറാൾഡ് കിട്ടണമെന്നുണ്ട്. എമറാൾഡ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ എമറാൾഡ് കിട്ടണമെന്നുണ്ട്, ട്രേഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ട് എനിക്ക്. ചിലപ്പോൾ അടുത്ത വരുന്ന വീഡിയോ മൂന്നാമത്തെ പാർട്ടിൽ ഞാൻ രണ്ടാമത്തെ പാർട്ട് മൂന്നാമത്തെ പാർട്ടിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ മൾട്ടിപ്ലെയർ ആയിരിക്കും, എനിക്കറിയില്ല. അത് മൾട്ടിപ്ലെയർ ആവുമെന്ന് ഞാൻ നോക്കാം. ഇപ്പോൾ നമുക്ക് വേണ്ടത് വുഡ്, 5 വുഡ് ആയിട്ട് റിസോഴ്സസ് ഒന്ന് സെറ്റാക്കി വയ്ക്കാം, അല്ലെങ്കിൽ രാത്രി ആകുമ്പോൾ പണി കിട്ടും. ഇപ്പം ബേസിക് റിസോഴ്സസ് എന്ന് വെച്ചാൽ ഒരു വുഡൻ സ്വോർഡ്, വുഡൻ ഷവൽ, വുഡൻ പിക്കാക്സ്, ചില കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇപ്പോഴും ഉണ്ടാക്കാൻ സ്ഥലമില്ല, പക്ഷെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക അല്ല ക്രാഫ്റ്റിംഗ് ടേബിൾ ആദ്യം എടുക്കുക. സ്റ്റിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ലത്. സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്, ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചു പോയാലോ. ഓക്ക് ബട്ടൺ, ഇതൊക്കെ നമ്മൾ പ്രഷർ പ്ലേറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മളൊരു ബട്ടനൊക്കെ നമ്മൾ ഡോർ ഓട്ടോമാറ്റിക് ആക്കാൻ സെറ്റാക്കണമെന്നായിരിക്കും. എനിക്കറിയില്ല, നമുക്ക് റെഡ് സ്റ്റോൺ ഡസ്റ്റൊക്കെ വേണം, മൈൻക്രാഫ്റ്റിൽ അതൊക്കെ വേണം. ഇതിൽ എന്തൊക്കെ വേണമെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോൾ കുറച്ച് ട്യൂട്ടോറിയൽസ് ഞാൻ കാണുന്ന വരും ഇതൊക്കെ സെറ്റാക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കണ വരും. ഇത് ഈ കുരങ്ങൻ എന്തെങ്കിലും വേണ്ട, നമ്മളൊന്നും ശ്രദ്ധിക്കണില്ല. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചെസ്റ്റിൽ വെക്കാം, അതായിരിക്കും നല്ലത്. നമ്മൾ ആലോചിക്കുന്നത് എവിടെയായിരിക്കും ലൈക്ക് എന്താ പറയുക, ഈ ആദ്യം ചെസ്റ്റിലത്തെ വെക്കണേ. ഇതെന്തോന്നു ഇപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെ വെക്കേണ്ടത് ഞാൻ ആലോചിക്കണേ. ചെസ്റ്റിൻ്റെ മേലെ വെച്ചാലോ. അപ്പോൾ ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഓക്കെ അല്ലേ? ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കല്ലേ? എന്തൊക്കെ ഉണ്ടാക്കണം? കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ തോന്നുന്നു. വെപ്പൺസ് നമുക്ക് വുഡൻ സ്പോട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? വുഡൻ സ്പോട്ട് ഉണ്ടാക്കാൻ പറ്റും, അതിന് ആവശ്യമുള്ള സാധനമുണ്ട്. ഇനിയും ഉണ്ടാക്കാൻ പറ്റും. പരസ്യം റെഡി. വുഡൻ സ്പോട്ട് റെഡി ആയിട്ടുണ്ട്. സ്റ്റിക്കും ഉണ്ട് നമുക്ക്, പിന്നെ ബ്ലോക്ക് ഉണ്ട്, എന്താ പറയുക പ്ലാങ്ക് അല്ലേ, വുഡ് പ്ലാങ്ക്, എന്താ പറയുക, പ്ലാങ്കും ഉണ്ട് നമുക്ക്. പിന്നെ എന്തെങ്കിലും വേണമെന്ന് എനിക്ക് ചോദിക്കുക. അതുപോലെ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ചിലപ്പോൾ ഈ വീട് കുറച്ച് അപ്ഗ്രേഡ് ചെയ്യായിരിക്കും. ഇപ്പോൾ നമ്മൾ എന്തിനാ പോകണേന്ന് അറിയോ? ഫർണസ് ഇറക്കാൻ. നമുക്ക് ഫർണസ് അത്യാവശ്യമാണ്. ഇതിലൂടെ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ സ്നീക്ക് അറ്റാക്സ് അങ്ങനെയായിരിക്കും വിചാരിക്കുന്നത്, എനിക്കറിയില്ല അത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട് എക്സ്പാൻഡ് ചെയ്യുകയും സ്റ്റോൺ കിട്ടി അല്ലെങ്കിൽ വുഡ് വെച്ച് നമ്മൾ കുറച്ച് എക്സ്പാൻഡ് ചെയ്യും വീട്. എന്നിട്ട് പിന്നെ മൾട്ടിപ്ലെയർ ആണെന്ന് വിചാരിക്കുന്നത് ഞാൻ ചെയ്യാൻ. അപ്പോൾ ലൈക്ക് ആരെൻ്റെ കൂടെ മൾട്ടിപ്ലെയർ കളിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടേ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പാർട്ടിൽ ചിലപ്പോൾ വീട് എക്സ്പാൻഡ് ചെയ്യും. പ്ലെയർ കളിച്ചില്ലെങ്കിലും ഞാൻ വീട് എക്സ്പാൻഡ് ചെയ്യും. വുഡോ ഇത് വെച്ച് ഞാൻ വുഡ് എക്സ്പാൻഡ് ചെയ്യും. പിന്നെ അടുത്ത ബെഡ് എടുക്കണം. ഫർണസ് ഇല്ല, ബെഡ് ഞാൻ സ്ഥലത്ത് വെക്കുന്നുണ്ട്. ബെഡ് ആവശ്യമുള്ളതാണ്. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് സ്റ്റെപ്സൊക്കെ വെച്ച് കുറച്ച് വലിയ വീട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സെറ്റാക്കും. പിന്നെ നമ്മളുടെ വീടിൻ്റെ അടുത്തില്ലേ ഇങ്ങനത്തെ കുറച്ച് സ്റ്റാൻഡ്സ്, മറ്റേ ലാമ്പ് സ്റ്റാൻഡ്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫർണസ് ഉണ്ടായാൽ മതി. ഫർണസ് ഇല്ലടാ. ബെഡും കുറച്ച് സാധനങ്ങളുള്ള. ഫർണസ് എവിടെ പോയി തപ്പും? ഇനി അവിടെ പോയി തപ്പണോ? ഫർണസ് കിട്ടിയാൽ കുറച്ച് ഓക്കെ ആയിരിക്കും, പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ആലോചിക്കുന്ന അടുത്ത അതിലിങ്ങനെ 2 ഡോർ പോലെ ആക്കി വെച്ചാലോ.
ആവോന്നറിയില്ല. ഇതിലെന്തൊക്കെയാണ്? ഇതിലും ബ്രെഡ് ഉണ്ട്. ആ ബ്രെഡൊക്കെ എടുത്ത് വെച്ചോ. ഫുഡ് ഒരു ലൈഫ് സ്പാൻ സപ്ലൈ ആയി. ബ്രെഡ് ന്യൂ റെസിപ്പി അൺലോക്ക്ഡ്. ഈ സാധനം എന്താണെന്ന് ചോദിക്കില്ല, എനിക്കറിയില്ല. ഫ്ലവറൊന്നും നമ്മളിപ്പോൾ എടുക്കുന്നില്ല. നമ്മൾ തൽക്കാലം ബെഡ് എടുക്കണില്ല. സ്റ്റെപ്സൊക്കെ വെച്ച് വലുതാക്കണമെന്നുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും പ്രോബബ്ലി. ഇപ്പോഴൊന്നും ചെയ്യാൻ എനിക്ക് സമയമില്ല. ഇപ്പം തന്നെ ഏകദേശം വലിയ വീഡിയോ ആയോ എന്ന് എനിക്ക് സംശയം ഉണ്ട്. ലൈക്ക് ഇപ്പം തന്നെ ഒരു 20 minutes ആയോ എന്നൊരു സംശയം. ഇല്ലാതില്ല. അപ്പോൾ നിർത്തുന്നോ? അതേടാ ഫാർമസി ചെയ്യണോ? ഗുഡ് ജോബ്. 2 ഡോറുണ്ട് ഇവിടെ. ഗുഡ് ജോബ്. അതുകൊണ്ട് ഇങ്ങനെ ടേബിളൊക്കെ വെക്കണമെന്നുണ്ട് എനിക്ക്. അതൊക്കെ ചെയ്യാൻ ഭയങ്കര വുഡൊക്കെ വേണം. കുറേ സാധനങ്ങൾ വേണം അതൊക്കെ ചെയ്യാൻ. മെയിനായി വേണ്ടത് വെപ്പൺസും ആർമറാണ്. ആർമറ സെറ്റാക്കും. ഫർണസ് വേഗം എടുക്കട്ടെ. പിക്കാക്സ് ഇല്ലാത്തത് കൊണ്ട് വേഗം നിർക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല. ഫർണസ് കിട്ടി. ഇനി മേലത്തെ വെൻ്റ് പോലത്തെ സാധനം പൊട്ടിക്കണം നമ്മൾ. ഈ ഫർണസ് നേരെ കൊണ്ടുപോയാൽ മതിയോ? എന്താ ചെയ്യാൻ എനിക്കറിയില്ല കേട്ടത്. നിങ്ങളൊന്ന് പറയാ. ഞാനിപ്പോൾ ട്രൈ ചെയ്യും. വർക്കായില്ലെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾ കളിച്ചില്ലെങ്കിൽ ഗോളമേനെ നോക്കിയിരിക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കണില്ല. ഇപ്പോൾ നമ്മളുടെ ഏതായിരുന്നു വീട്? ഇതല്ലേ? ഇതല്ല. ഏതായിരുന്നു വീട്? മറ്റേ മേലത്തെ വൈറ്റും യെല്ലോവും കുറച്ച് സ്റ്റാൻസ് ഷെഡ് പോലത്തെ സാധനമില്ലേ ഈ സാധനം? ഇത് വെല്ലാണോ? എനിക്കറിയില്ല. ഇതിൻ്റെ മേലെയായിരുന്നു. അപ്പോൾ ഇതിലൂടെ കയറി പോകാൻ പറ്റുമോ? അവിടെ ഇതിലൂടെ കയറി പോകാൻ പറ്റും. ഇതാണ് നമ്മളുടെ വീട്. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക്. അയ്യോ ഇതാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഇത് തന്നെ. കമാൺ ഗെറ്റിൻ. നമ്മൾ വാതിലൊക്കെ തുറന്നിട്ടാണ് പോണേ. ചെസ്റ്റ് ഓപ്പൺ ആക്കണം. അതിന് മുന്നേ ഇതൊക്കെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ബെഡ് എവിടെ വയ്ക്കുക? ഇവിടെ വെച്ചാലോ? എന്താ വർക്കാത്തത്? സൈഡിലേക്ക് നീക്കിയിടാ. ഇവിടെയല്ലേ? ഇവിടെ പിന്നെ വേണ്ടേ? എവിടെയാ വേണ്ടേ? ഇവിടെയാ? കിട്ടി. ബെഡ് റെഡിയായി. നമുക്കിപ്പോൾ തന്നെ കിടന്ന് തുടങ്ങാൻ പറ്റുമോ? ഇല്ല, റീസ്പോൺ ആവാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല. റീസ്പോൺ ആവുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ പൊളിക്കും. നമുക്ക് ചെസ്റ്റ് തുറക്കണം. ചെസ്റ്റ് തുറക്കാൻ പറ്റുന്നില്ലേ? ഇല്ലടാ. എന്തോ എനിക്ക് കാര്യം മനസ്സിലായി. മറ്റേ ക്രാഫ്റ്റിൻ്റെ ടേബിൾ മേലിരിക്കില്ല. അപ്പോൾ ചെസ്റ്റിൻ്റെ ഡോർ തുറക്കാൻ പറ്റുന്നില്ല. നമുക്കതൊന്ന് പറിച്ചെടുക്കാം. വേഗം പറിച്ചെടുത്തിട്ട് അത് വേറെ എവിടെയെങ്കിലും അടിയിൽ എടുത്ത് ഇവിടെ വെച്ചാലോ അടിയില്ലേ? ഓക്കെ ആയില്ലേ? ഉണ്ട്. ചെസ്റ്റ് തുറക്കാൻ പറ്റില്ലേ? ബ്രെഡൊക്കെ എടുത്ത് വയ്ക്കാം. അപ്പോൾ കുറേ സാധനങ്ങളാവും. ഓക്കെ, നമുക്ക് ലെതർ ആർമറൊക്കെ എടുത്ത് വയ്ക്കാം. നമുക്ക് ഡ്രസ്സപ്പ് ആവാം. കുറച്ച് ആർമർ എന്തായാലും ഇരിക്കണം. അതുവേണ്ടി നമുക്ക് കുറച്ച് ഡ്രസ്സപ്പ് ആവാം. ലെതർ ആർമറൊക്കെ എടുത്ത് വയ്ക്കട്ടെ. ഇപ്പോൾ എടുത്ത് വയ്ക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വയ്ക്കും. ഇപ്പോൾ പിക്കാക്സ് ഉണ്ടാക്കി. ഇത് ഉണ്ടാക്കാനുള്ള ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ, സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റിനി. സ്റ്റിക്കിന് ആവശ്യമുള്ള സാധനം ഉണ്ടോ? ഇനി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? എന്താ സാധനങ്ങൾ? സ്റ്റിക്ക് കേസ് ഞാൻ കൊടുക്കണ്ട. ഇനി നമുക്ക് എന്തൊക്കെ നമുക്ക് ആക്സ് വേണടാ. ഷവളും ഉണ്ടാക്കണം. അപ്പോൾ സ്പിയർ ഉണ്ടാക്കാം. വുഡൻ സ്പിയർ ഉണ്ടാക്കിയിട്ട് നമ്മൾ പറഞ്ഞാൽ നമുക്ക് വേറെ എടുക്കാനൊന്നുമില്ല. രാത്രിയായോ? വേഗം പാലടിക്കുക. തണ്ടുകൾ പിന്നെയും വരും. ഇതിനൊന്നും ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. പണി വേറെ എന്തെങ്കിലും കാര്യം ചെയ്താലും നമുക്ക് ഈ വീട് തുളച്ച് അടിയിലേക്ക് പോയി മൈൻഡ് ചെയ്താലോ? അത് പൊളിക്കില്ലേ? ഇങ്ങനെ വീടിങ്ങനെ തുളച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ തുളച്ച് അടിയിലേക്ക് ഇങ്ങനെ പോയിട്ട് ഒരു ഓട്ടകളിങ്ങനെ ഉണ്ടാക്കിയിട്ട് വീടിൻ്റെ അടിയിലൂടെ മൈൻ. അപ്പോൾ ആരും നമ്മളതിനെ പിടിക്കില്ല. നമ്മളിപ്പോൾ കുറേ മൈൻഡ് ചെയ്തെന്ന് തോന്നി. ഇപ്പോൾ
അടിയിലേക്ക് പോകാൻ പറ്റില്ല. സൈഡിലത്തെ ബ്ലോക്കൊന്നും ഞാൻ കളയുന്നുണ്ട് തൽക്കാലം. പിന്നെ നമ്മൾ ഫിറ്റാക്കുന്നതായിരിക്കും. നമ്മൾ അടിയിലേക്ക് പോകണം. ഇതൊന്ന് കളയട്ടെ. പിന്നെ ഓക്കെ ആയോ? കളഞ്ഞുണ്ട്. ഇതൊന്ന് കളഞ്ഞുണ്ട്. കോബിൾ സ്റ്റോണാണ് അടിയിൽ കിടക്കണേ. കോബിൾ സ്റ്റോണാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കോബിൾ സ്റ്റോണാണ് അടിയിൽ ഇരിക്കണേ. കോബിൾ സ്റ്റോണാ? അതേതാ കോബിൾ സ്റ്റോൺ? എനിക്കറിയായിരുന്നു കോബിൾ സ്റ്റോൺ തന്നെയത്. വേണ്ടത് പ്രഷ്യസ് സ്റ്റോൺസ് ആണ്. എമറാൾഡ്, ഡയമണ്ട്, ഇങ്ങനെ ഗോൾഡൊക്കെ നമുക്ക് വേണം. ഗോൾഡ് യൂസ്ലെസ് ആണ്, എനിക്കറിയാം. ആർമറൊക്കെ ഉണ്ടാക്കുന്ന യൂസ്ലെസ് ആണ്. ഇതിലെങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് മെയിൻ വേണം ഡയമണ്ട് വേണം. എമറാൾഡ് കിട്ടിയിട്ട് എന്തൊക്കെ ആയിരുന്നു എനിക്കറിയില്ല. എമറാൾഡ് എനിക്ക് മുന്നേ പ്രാവശ്യം കളിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കാര്യം എന്താണെന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് അടുത്ത പാട്ടിൽ വരുമ്പോൾ ഡയമണ്ട് ആർമറൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ദെൻ. അപ്പോൾ അതെ, നമ്മൾ ഓട്ടം ഉണ്ടാക്കി പുറത്തേക്ക് കാണുന്ന പോലെ നമുക്ക് ഡേർട്ട് വെച്ചടിക്കാം. അല്ലെങ്കിൽ ഏരോ ഇടുന്ന സോംബീസ് കുഴപ്പമില്ല, ഏരോ ഇടുന്ന മണ്ടന്മാർ വന്ന് നമ്മളെ കൊല്ലും. അതുകൊണ്ട് നമ്മളിങ്ങനെ എന്താ പറയുക, ഒളിച്ചിരിക്കണ ഒരു ടൈപ്പ്. ഇവിടെ ഓട്ടാം. നമുക്കിത് അടയ്ക്കാം. എന്താ പറയുക, അവിടെയാണോ വെച്ചത്? അയ്യോ എടാ, അതവിടെ ഇവിടെ വെക്ക. ഭ്രാന്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് വയ്യ ഇനി നോക്കാൻ. അതുകൊണ്ട് നമ്മളിനി എന്ത് ചെയ്യും, കുറച്ച് കോബിൾ സ്റ്റോൺ ഇരിക്കുന്നുണ്ട്. കോബിൾ സ്റ്റോൺ വെച്ച് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കണമെന്നുണ്ട്. ഷവൽ അല്ലെങ്കിൽ വെപ്പൺസ് എന്തെങ്കിലും, സ്വേർഡ് എന്തെങ്കിലും ഉണ്ടാക്കി ഒക്കെ പൊളിക്കും. സ്വേർഡൊക്കെ ഉണ്ടാക്കി കോബിൾ സ്റ്റോൺ വെച്ചിട്ട് ഇവിടെ ഒന്ന് പൊളിക്കുക. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്ന് എടുക്കുക. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തു. ആടാ, നമുക്ക് കുറക്കാൻ വേണ്ടി. യെസ്, കമോൺ. എന്തൊക്കെ ഉണ്ടാക്കാം? സ്പോഡ് ഉണ്ടാക്കിയല്ലോ. സ്പോഡ് തന്നെ ഉണ്ടാക്കാം. സ്പോഡാണ് ഉണ്ടാക്കണം, വേറെ എന്തെങ്കിലും. പിക്കാക്സ് ഉണ്ടാക്കിയാലോ? അതാണ് പറയുന്നത്. നമുക്ക് ആക്സ് നമ്മളിത് എടുത്തിട്ടില്ലല്ലോ. ആക്സ് നമുക്ക് എടുത്താലോ സ്റ്റോണിൻ്റെ? ആക്സ് വേറെ ഒന്നും ഇല്ലല്ലോ നമുക്ക് എടുക്കാൻ. ആക്സ് എടുത്താലോ നമുക്ക്? ആക്സ് എടുത്തു. ഓക്കെ, തൽക്കാലത്ത് ആക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ഫാമിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ട് ഗൈസ്. വുഡൻ സ്വേർഡ് അതൊന്നും ഞാൻ ഉണ്ടാക്കണില്ല. ഉണ്ട് തൽക്കാലം. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണോ? വേറെ ഒന്നും ഇല്ലല്ലോ നമുക്ക് ആവശ്യം. ഇപ്പോൾ ഒന്നുമില്ലാന്ന് വിചാരിക്കുന്നു. നമ്മളെ ക്യാരക്ടർ എടുത്തിട്ട് ബോഡി ആർമർ നമുക്ക് ഇത് നമുക്ക് പൊളിച്ചാലോ? ഇത് പൊളിക്കാം. ഇത് ആവശ്യമില്ലാതെ എടുക്കണം സാധനം. പിക്കാക്സ് പൊളിക്കാം. നല്ലത് തന്നെ. ഓക്കെ, നല്ലത്. ഓക്കെ, നല്ലതൊക്കെ ഉണ്ട്. കോബിൾ സ്റ്റോൺ നമുക്ക് ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. ഇതൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് അടിയിലേക്ക് വരും മൈൻ ചെയ്യാനുള്ളതാണ്. ഇവിടുന്നില്ല. നമ്മളെന്തെങ്കിലും മേലേക്ക് കയറി പോകണേ. മേലേക്ക് കയറി നമുക്ക് ആലോചിക്കേണ്ട ഞാനൊരു കാര്യം. നമുക്ക് ആർമർ എടുത്ത് വന്നാൽ ഈ ഗെയിം വിളിച്ച് നിർത്തിയാലോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അടുത്ത പ്രാവശ്യം നമുക്ക് വരുമ്പോൾ ചെയ്യാം. നമുക്ക് ആദ്യം ആർമർ സെറ്റാക്കിയിട്ട് നിർത്താം. എന്താ ആർമർ എടുക്കാൻ പറ്റില്ലേ? ഓക്കെ, ഈ ആർമർ എടുത്ത് വയ്ക്കുക. പ്ലാന്റ്സ് ഒക്കെ മാറ്റി വയ്ക്കും. ഇങ്ങോട്ട് ഷവലൊക്കെ വയ്ക്കുക. സ്പിയറൊക്കെ ഇങ്ങോട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് സ്മൂത്ത് സ്റ്റോൺ അതുകൂടെ എടുത്ത് വെച്ചോ. കോബിൾ സ്റ്റോൺ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആർമർ അങ്ങോട്ട് നീക്കിക്കോ. ആർമർ അങ്ങോട്ടും മറ്റേ ഷൂസ്, ലെതർ ബൂട്ട്സ് അതുകൂടെ ഇവിടെ എത്തിക്കോ. നമ്മൾ ബാക്കിലേക്ക് പോകുന്നു. ബാക്കിലേക്ക് പോകുന്നു.
ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കും. നമ്മുടെ അവിടെ ഞാൻ ആഡിനെ കൊല്ലും. അവിടെ പോയിട്ട് നമ്മൾ എന്താ ഉണ്ടാവണേ. ഓക്കെ, പോകുന്നു. ലെതർ ഒക്കെ ചെയ്യുന്നു. അവിടെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ക്യാരക്ടറും ഈ സ്യൂട്ടോ മറ്റേ ജാക്കറ്റ് ഒക്കെ ലെതറിൻ്റെ ആർമറായിട്ട് ഡ്രസ്സുമില്ലടാ ഒരു മാച്ചിൽ. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ടൈം കളിക്കുമ്പോൾ എൻ്റെ ക്യാരക്ടർ ഒന്ന് മാറ്റുന്നതായിരിക്കും. ചെറുതായിട്ടാ, ഫുള്ളൊന്നും മാറ്റില്ല, ചെറുതായിട്ടൊന്ന് മാറ്റും. കാരണം ആ ലുക്ക് തോന്നുന്നില്ല എനിക്ക്. അപ്പം നമുക്ക് വേറെ പണിയൊന്നുമില്ല. കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഡയമണ്ട് നിങ്ങൾക്ക് കിട്ടിയ അത്രയും നല്ലത്. വേറെ പരിപാടിയൊന്നുമില്ല. എന്തിനും നൈറ്റാകെ ചെയ്താണ് പ്രശ്നം. പൊളിക്കണം. പൊളിക്കണം പൊളിക്കണം പൊളിക്കണം. പൊളിക്ക് പൊളിക്ക് വേഗം പൊളിക്ക്. പൊളിക്ക് പൊളിക്ക് വേഗം പൊളിക്കൊക്കെ പൊളിച്ചോ. കയറാൻ പറ്റുന്നില്ല. കിട്ടി. കോബിൾ സ്റ്റോൺ ഗെയിം നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് ഗൈസ്. കാരണം ഇപ്പോൾ തന്നെ നല്ല സമയമുണ്ട്. അല്ല വേണ്ട, നമുക്ക് കുറച്ചുകൂടി കളിച്ചിട്ട് നിർത്തിയാൽ മതി. കുറച്ചുകൂടി കളിച്ചാൽ ഈ ലാമ്പ് എടുക്കുമ്പോൾ തൽക്കാലം ലാമ്പ് എടുത്തിട്ട് നമുക്കിപ്പോൾ മൈനിലവിടെ കൊണ്ടുപോയിക്കുക. അല്ലെങ്കിൽ ലൈറ്റ് ഉണ്ടാവില്ല, ലൈറ്റ് വേണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി കൊണ്ടുപോയിക്കുക. എവിടെ വെക്കണ്ടേ? ഇവിടെ വെച്ചാലോ? വെക്കണ്ടേ? ഇവിടെ വയ്ക്കാം. അയ്യോ ഇതേടാ സ്കെൽട്ടോൺ. അടക്കി ഡേട്ട് കണ്ടടക്കി അടച്ചു. നല്ലത്. ഒന്ന് നിർത്തേ, പോയിണ്ടാവോ ചിലപ്പോൾ നമ്മൾ കാണാതെ. അയ്യോടാ അതേടാ അടക്കി. ഓ നല്ലത്. നേരെ നമ്മുടെ മുന്നിൽ തന്നെ വന്ന് നിന്നു. ഇതൊക്കെ എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് പോലും അറിയില്ല. നെക്സ്റ്റ് ടൈം നമ്മൾ വരുമ്പോൾ മൾട്ടിപ്ലെയർ ആണെങ്കിൽ ഇവൻ്റെ ഒക്കെ കഥ ഞാൻ അപ്പം കഴിക്കും. പിന്നെ ഇതിലൊക്കെ നെതറുണ്ടെങ്കിൽ, കളിച്ചവരാണെങ്കിൽ നെതറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലിടുക. കൊന്നാത്തവർക്കൊന്ന് പോയിട്ട് എൻ്റെ ഡ്രാഗനെ കൊല്ലാനുള്ളതാണ്. ലെറ്റ്സ് സ്ലേ എൻ്റെ ഡ്രാഗൻ ചെയ്യാനുള്ളതാണ് നമുക്ക്. അപ്പോൾ പിന്നെ ഇത് ഞാൻ പാർട്ട് സീരീസ് പോലെ ഇടണമെന്നാണ് വിചാരിക്കണേ. ആർക്കെങ്കിലും ഇതിലെന്തെങ്കിലും പ്ലേലിസ്റ്റ് പോലെ എന്തെങ്കിലും ഇടണമെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. നോക്കണമെന്നായിരിക്കും ഞാൻ പ്ലേലിസ്റ്റിൽ. ചിലപ്പോൾ 2-3 പാട്ടുകളൊന്നും ഇടില്ല, അത് ഇട്ടു. പിന്നെ ഞാൻ ഇടുന്നതായിരിക്കും പ്ലേലിസ്റ്റിൽ. കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇപ്പം നമുക്ക് നിർത്തിയാലോ? സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ടോ നിർത്തിയാലോ എന്ന്. നല്ല ഗ്ലിച്ചടിക്കേണ്ട ഗെയിം. എനിക്ക് നിർത്തിയാലോ എന്നൊരു സംശയമില്ലാതില്ല. നിർത്താടാ, അതായിരിക്കും നല്ലത്. നിർത്താം. ഓക്കെ. എന്താണത്? ഓറഞ്ച് മനുഷ്യനാ? ഓറഞ്ച് വില്ലേജാ? ഓ സൂര്യൻ വന്നു. അവനെന്തെങ്കിലായിരുന്നോ? നല്ല ചിക്കൻ ബിരിയാണി. എന്തെയ്യാവട്ടെ, കളി നിർത്തിയാലോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. സ്കെൽട്ടൻസൊക്കെ തീ പിടിക്കും. നമ്മൾ തുറന്ന് നോക്കണോ പുറത്തേക്ക്? കളി നിർത്തിയാലോ? അതാണ് ഞാൻ ആലോചിക്കണേ. നമുക്ക് കളി നിർത്താടാ. ഓക്കെ ദെൻ. അപ്പോൾ എൻ്റെ വെച്ച് ഞാൻ ഒരു പറയാണ് ബൈ ഗൈസ് എല്ലാവർക്കും. കുറച്ച് വലുത് നീട്ടിയെടുത്തിരിക്കുകയാണ്, കാരണം എനിക്ക് ലാസ്റ്റത്തെ പറയണ്ടേ. അപ്പോൾ അത് കുറച്ച് കുഞ്ഞതായോ എന്നൊരു സംശയം നിങ്ങൾക്കും തോന്നി, കാരണം ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ റെക്കോർഡാണ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അറിഞ്ഞില്ല അതിൻ്റെ കാര്യം. അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. സോ ഗൈസ് ബൈ.